ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഎഫ്ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം മുൻമന്ത്രി ടി.യു. കുരുവിള ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിൽ വെള്ളപ്പൊക്കം മൂലം റോഡ് തകർന്നതിനെ തുടർന്നാണ് ഗതാഗതം നിലച്ചത്. അടുത്ത കാലം വരെ ഈറ്റ ലോറികൾ ഒരു തടസ്സവും കൂടാതെ റോഡ് ഉപയോഗിച്ചിരുന്നതായും ടി.യു. കുരുവിള വ്യക്തമാക്കി. നിസ്സാരമായ ഒരു പണി മാത്രമേ നമ്മുടെ ഈ പാതയെപ്പറ്റി വലിയൊരു പ്ലാനുണ്ട്. അതുപോലെ തന്നെ 100 അടി പാതയാണ് നമ്മുടെ അത് PWDയുടെ വാസ്തവത്തിൽ കസ്റ്റഡി. വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലല്ലാത്ത റവന്യൂ സ്ഥലം വനംവകുപ്പ് കൈവശപ്പെടുത്തി കൊട്ടിയടച്ചത് ന്യായീകരിക്കാനാവില്ലെന്നും അത് തുറന്നുകൊടുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ടി.യു. കുരുവിള ആവശ്യപ്പെട്ടു. സമാധാനപരമായി ജനകീയ സമരത്തിൽ പങ്കെടുത്ത ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെയും ജനപ്രതിനിധികളുടെയും പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ വകുപ്പ് ചേർത്തെടുത്തിട്ടുള്ള കേസ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ലോക്സഭയിൽ ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ട വിവരം ധർണയെ അഭിസംബോധന ചെയ്ത് അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. ഞാൻ പാർലമെന്റിൽ പറഞ്ഞു, ഒരു ഇലയ്ക്ക് പോലും കേടുണ്ടായിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഭിയുന്ന പിതാവിനെതിരെയും നമ്മളുടെ MP-ക്കും MLA-ക്കും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ റാണിക്കുട്ടികളുടെ പേരിൽ കേസുണ്ടാവില്ലോ അല്ലേ? റാണിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരുടെയും പേരിൽ കേസുണ്ടാവും. നേതാക്കന്മാരുടെ എല്ലാവരുടെയും പേരിൽ കേസെടുക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതൊരു സംസ്ഥാന വിഷയം എന്നുള്ള നിലയിൽ കാണാതെ കേന്ദ്ര വനംവകുപ്പ് മന്ത്രാലയവും മന്ത്രിയും ഈ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടണം. എന്തടിസ്ഥാനത്തിൽ ഈ വഴി അടച്ചു എന്ന് നമുക്കറിയണം. PWD പൊതുമരാമത്ത് വകുപ്പിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ വഴി ഉണ്ട് എങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഈ വഴി അടച്ചുപൂട്ടുന്നത്? ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്ന് ധർണയെ അഭിസംബോധന ചെയ്ത നേതാക്കൾ അറിയിച്ചു. മാർച്ച് 31-ന് കോതമംഗലത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം ചെയർമാൻ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. നിയോജകമണ്ഡലം പ്രസിഡന്റ് A.T. പൗലോസ് അധ്യക്ഷത വഹിച്ച ധർണ മുൻമന്ത്രി ടി.യു. കുരുവിള ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, C.K. സത്യൻ, റാണിക്കുട്ടി ജോർജ്, നേതാക്കളായ ജോർജ് അമ്പാട്ട്, ആന്റണി ഒലിയപ്പുറം, ബിജു വെട്ടിക്കുഴ, ജോജീസ് കറിയ, KM എൽദോസ്, ബിജോയ് P. ജോസഫ്, ജോസ് കവളമാക്കൽ, തോമസ് തെക്കേക്കര, ലിസി പോൾ, മാവച്ചൻസ് കറിയ, ബിനോയ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.